യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ അതേ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതേ രണ്ട് ദൂതന്മാർ പാപനിമിത്തം ദൈവത്തിൻ്റെ സന്നിധിയിൽ ധാരാളം നിലവിളികൾ വന്നുയർന്ന അതേ സൊദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഒരു ശിക്ഷാവിധി നടപ്പിലാക്കാൻ കടന്നു വരുമ്പോൾ നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുന്നതായ ഒരു രക്ഷണ്യ പ്രവൃത്തിയും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. വാസ്തവത്തിൽ അബ്രഹാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അവർ തമ്മിലുള്ളതായ സംഭാഷണം, സംഭവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ വളരെ പ്രധാനപ്പെട്ട ആത്മീയ പാഠങ്ങൾ പഠിക്കുവാനാണ്, മനസ്സിലാക്കുവാനാണ് ഞാൻ ഈ വചനധ്യാനത്തിലൂടെ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാമിലൂടെ യാത്ര ചെയ്ത തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പറയുവാൻ ഞാൻ അധികം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുപോലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായ സൊദോമിൻ്റെ നാശം എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ലോകത്തിൽ പാപം എത്രത്തോളം അതിൻ്റെ ഭീകരതയിൽ നിലനിൽക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പാപം എന്നുള്ള വിഷയത്തിന് നമ്മൾ അധികം പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. നമ്മൾ ചിന്തിക്കുന്നത് അനേകർ പാപികളായി ജീവിക്കുന്നുണ്ട്, അവർക്ക് ദൈവ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ല, അവർ നിത്യ ശിക്ഷാവിധിയിലേക്ക് അകപ്പെടും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഒരു കാര്യം വളരെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവം ഏറ്റവും അധികം വെറുക്കുന്നത് പാപത്തെയാണ്. ആ പാപം ഏതെങ്കിലും ഒരു പട്ടണത്തെയോ ഏതെങ്കിലും ഒരു രാജ്യത്തെയോ വളരെ ശക്തമായി മൂടിയിരിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഭീകരത അവിടെ വലുതാണെങ്കിൽ, അത് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു വിഷയം സംബന്ധിച്ച് ചിന്തിക്കുകയുണ്ടായി. സൊദോമിനെ കുറിച്ചുള്ള നിലവിളി ഉയർന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്നും ഉയർന്നു, ദൈവത്തിൻ്റെ നീതിയിൽ നിന്നും ഉയർന്നു. അതേ സൊദോം ഗൊമോറയിൽ വസിക്കുന്നവരായ ആളുകളിൽ നിന്നും ഉയരുവാനിടയായി തീർന്നു, അതിൻ്റെ ഇരകളിൽ നിന്നും അതേ ഉയരുവാനിടയായി തീർന്നു. അങ്ങനെ സൊദോമിനെ കുറിച്ചുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തിയപ്പോഴാണ് ആ പാപത്തിൻ്റെ ഭീകരതയിൽ ആ ജനത്തെ ദൈവം നശിപ്പിക്കുവാൻ തീരുമാനിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ലോകത്തിൻ്റെ ഏതു സ്ഥലങ്ങളിലാണെങ്കിലും ദൈവത്തോട് നിലവിളിക്കുന്ന ആളുകളുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ വലിയ പ്രാധാന്യമാണുള്ളത്. പാപത്താൽ പിടിക്കപ്പെട്ട ഒരു പട്ടണമാണെങ്കിലും, ഒരു രാജ്യമാണെങ്കിലും, ഒരു വ്യക്തിയാണെങ്കിലും, ഒരു സമൂഹമാണെങ്കിലും, അവരെക്കുറിച്ചുള്ള ആളുകളുടെ നിലവിളി അത് ദൈവസന്നിധിയിൽ എത്തുമ്പോൾ അത് ദൈവത്തിൻ്റെ ന്യായവിധിക്ക് ആ പട്ടണം കാരണമാകുവാൻ ഇടയായി തീരുമെന്നുള്ള വളരെ സുപ്രധാനമായ സന്ദേശമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും, സൊദോം ഗൊമോറയെ ദൈവം ന്യായം വിധിച്ചതുപോലെയോ, അല്ല നോഹയുടെ കാലത്തുള്ള ആളുകളെ ദൈവം ന്യായം വിധിച്ചതുപോലെയുള്ള ന്യായവിധികൾ ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് വേണ്ടവണ്ണം കാണാൻ സാധിച്ചിട്ടില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഏവരും മനസ്സിലാക്കേണ്ട കാര്യം, അതിന് തടസ്സമായി നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. കാരണം കർത്താവ് യേശുക്രിസ്തു കാൽവറിയിൽ അതേ മനുഷ്യ ജാതിക്ക് നൽകിയതായ ആ പാപക്ഷമ, മനുഷ്യന് അവൻ്റെ പാപത്തിൻ്റെ ആ അവസ്ഥകളിൽ അവന് ക്ഷമയും ദൈവത്തിന് ദീർഘക്ഷമയും നൽകി അവനെ പരിപാലിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ക്ഷമ ദീർഘമായി ദൈവം ക്ഷമിക്കുന്നെങ്കിലും ഇതിനൊക്കെ ഒരു അവസാനമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അതായത് സർവ്വത്തിനും ഒരു അവസാനം ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ കർത്താവിൻ്റെ ദിവസം എന്നാണ്. കർത്താവിൻ്റെ ദിവസം അതേ കൊടുമുഴകത്തോട് വരും എന്ന് പറയുന്നുണ്ട്. കർത്താവ് സകലരെ ന്യായം വിധിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പാപത്തിന് അടിമത്തത്തിലേക്ക് കടന്നു വന്ന ശാപഗ്രസ്തമായി ഭൂമി എന്നേക്കുമായി നശിക്കപ്പെടുമെന്നും, അതേ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുമ്പോൾ ഈ ഭൂമി അതിലുള്ളതെല്ലാം തന്നെ ന്യായവിധിക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ സ്നേഹിക്കരുതെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പാപികളെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതാണ്. എന്നാൽ പാപത്തെ വെറുക്കണം. അതായത് പാപവുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ
നമ്മൾ അതിനെ വെറുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്രകാരമുള്ള നിലവിളികൾ കടന്നു വരുമ്പോൾ ദൈവം ആ ദേശത്തെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ ചിന്തിപ്പാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ദൈവം ഈ സൊദോം ഗൊമോറയെ നശിപ്പിക്കുമ്പോൾ തന്നെ അബ്രഹാമിൻ്റെ പ്രാർത്ഥനയുടെയും മധ്യസ്ഥതയുടെയും അടിസ്ഥാനത്തിൽ ചില രക്ഷണീയ പ്രവൃത്തികളും ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഇന്ന് ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു നിദർശനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം ഒരു ന്യായവിധി വെച്ചിട്ടുണ്ട്. അതേ ഈ ഭൂമിക്ക്, ഈ ലോകത്തിന് ദൈവം ന്യായവിധി വെച്ചിട്ടുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഒരു രക്ഷണീയ പ്രവൃത്തിയും ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട സത്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, ഈ രണ്ട് ദൂതന്മാർ, അതേ സൊദോമിലേക്ക് വന്ന രണ്ട് ദൂതന്മാർ, ആ ദൂതന്മാർ പ്രതിനിധീകരിക്കുന്നത് ഇന്നത്തെ സുവിശേഷകന്മാരെയാണ്. എന്തിനാണ് ഈ ദൂതന്മാർ വന്നത്? ഈ ദൂതന്മാർ വന്നത് അതേ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കാനാണ്. അതേസമയം തന്നെ രക്ഷയെക്കുറിച്ച് പറയുവാനും കൂടിയാണ് ഈ ദൂതന്മാർ വന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സുവിശേഷം ഇന്ന് ഘോഷിക്കപ്പെടുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണം ഒന്നാമത് ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുവാൻ. ഈ ലോകം കത്തിയെരിയാൻ പോകുന്നു. അതേ, ഈ ലോകത്തിൽ ദൈവത്തിന് ന്യായവിധി വരാൻ പോകുന്നു. പാപം ചെയ്യുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് ദൈവം ഉറക്കെ വിളിച്ചു പറയുന്നു. സുവിശേഷത്തിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും അതേ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ വിളിച്ചു പറയുന്നു. അങ്ങനെ ഈ സോദോമിലേക്ക് വന്നതായ ഈ രണ്ട് ദൂതന്മാർക്ക് നേരിട്ടതായിട്ടുള്ള ചില വിഷയങ്ങൾ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കാൻ കഴിയും. നമുക്ക് ആ വേദഭാഗത്തിലേക്കൊന്ന് കടക്കാം. ഈ ദൂതന്മാർ ഈ സൊദോം പട്ടണ വാതിൽക്കൽ വന്നപ്പോൾ ലോത്ത് അവരെ കണ്ടിട്ട്, ഞാൻ ചിന്തിക്കുന്നു, ദൂതന്മാരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവനുണ്ടായിട്ടില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം അത് ദൂതന്മാരാണെന്നുള്ളത്. അതുകൊണ്ട് ഈ ലോത്ത് ഇവരെ സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ ഒരു സിവിക് ലീഡർ എന്ന നിലയിൽ താൻ അവരെ സ്വീകരിച്ചപ്പോൾ തനിക്ക് ഉത്തമമായ ബോധ്യം വന്നു, വളരെ മാന്യന്മാരായ ആളുകളാണ്. അതുകൊണ്ട് മാന്യമായ ഒരു സ്വീകരണം അവർക്ക് കൊടുക്കുവാൻ ലോത്ത് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. യജമാനന്മാരെ, അടിയൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി പാർപ്പീൻ, കാലത്തെഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയും ആവാം എന്ന് പറഞ്ഞതിന്, അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ പാർക്കും എന്ന് അവർ പറഞ്ഞു. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട സൂചനകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ വീതിയിൽ തന്നെ, അതായത് ഇവർ നിൽക്കുന്നതായി ഈ സ്ഥലത്ത് തന്നെ ഞങ്ങൾ പാർത്തോളാം എന്ന് പറയുമ്പോൾ ലോത്ത് അവരെ അവൻ്റെ വീട്ടിൽ വരുവാൻ നിർബന്ധിക്കുക. ഇങ്ങനെ നിർബന്ധിക്കേണ്ടതായിട്ടുള്ള എന്ത് പ്രഷറായിരുന്നു ലോത്തിന് മേലുണ്ടായിരുന്നത്, സമ്മർദ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ ലോത്തിനറിയാം ഈ നാട് അത്ര സുഖകരമായ ഒരു നാടല്ല. ഈ നാടിൻ്റെ പ്രശ്നം എന്താണെന്ന് ലോത്തിനറിയാം. ഈ കടന്നു വന്നതായ ഈ പുരുഷന്മാർ അതേ ഇന്ന് വരെ സോദോമിന് പരിചയമില്ലാത്തവരായ ആളുകളാണ്. ഒരുപക്ഷെ തീർച്ചയായിട്ടും ഇവർ വളരെ ആകർഷണീയരായ, വളരെ സ്മാർട്ട് ആളുകൾ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ സേഫ്റ്റിയെ ലോത്ത് ഭയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ഭയപ്പെട്ടു? അവിടെയുള്ള ആളുകൾ അതെ ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ അവർ ഹോമോസെക്സ്വാലിറ്റിക്ക് പേരുകെട്ടവരായിരുന്നു. സ്വവർഗ അനുരാഗികളായ ആളുകളായിരുന്നു. അവർക്ക് അവർ ചെയ്യുന്നതായ കാര്യം സന്തോഷകരമാണ് എന്ന് തോന്നുന്നതായ ഒരു മാനസിക അവസ്ഥയിലുള്ളവരായ ആളുകളായിരുന്നു അവർ. എന്നാൽ ലോത്തിന് അവർ ചെയ്യുന്ന ഇങ്ങനെയുള്ള നീചമായ പ്രവൃത്തി അത് ദുഷ്ടതയുള്ളതാണെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അവരുടെ പാപങ്ങളുമായി ഒത്തുതീർപ്പുണ്ടാക്കി പോകുന്നതായ ഒരു വ്യക്തിയായിരുന്നു അതേ ഈ ലോത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും ഇവരെ ഗുണീകരിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടില്ല. ഒരിക്കലും അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാനുള്ള ഒരു പ്രവൃത്തിയോ തൻ്റെ ജീവിത മാതൃകയോ ലോത്തിന് അവരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കിയ ലോത്ത് തനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്, ഈ പുരുഷന്മാർ ഒരിക്കലും ഈ വീതിയിൽ സേഫ്റ്റി ഉള്ളവരല്ല. അതുകൊണ്ട് അവരെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കണം, അവരെ ഞാൻ സുരക്ഷിതമാക്കണം. അതുകൊണ്ട് ഈ ലോത്ത് ഈ പുരുഷന്മാരെ നിർബന്ധിച്ചു തൻ്റെ വീട്ടിൽ പാർക്കുവാൻ. അപ്പോൾ അത്രയ്ക്കായിരുന്നു അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? 19-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ, അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവർ ഭക്ഷണം കഴിച്ചു. അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ
സോദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും അപാലവൃത്തം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവാ എന്ന് അവനോട് പറഞ്ഞു. ഞാൻ ഈ ഒരു വേദഭാഗം വായിച്ചിട്ട് ഇവിടെ നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വളരെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ സോദോം ദേശത്തിൻ്റെ പാപത്തിൻ്റെ ഭീകരത വെളിപ്പെടുത്തുന്ന ഒന്ന്. ആ ഭീകരത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതേ അവിടെ വന്നതായ ഈ പുരുഷന്മാരുടെ അടുക്കിലേക്ക് അവർ രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഈ പട്ടണത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും സകല ഭാഗത്തു നിന്നും, അതായത് സോദോമിൻ്റെ തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വൃദ്ധന്മാരും ബാലന്മാരും യുവാക്കളും ഒക്കെ അടങ്ങുന്നതായ വലിയ ഒരു കൂട്ടം ലോത്തിൻ്റെ വീട് വളഞ്ഞു. അതിൻ്റെ അർത്ഥം അവരെല്ലാവരും തന്നെ ഇങ്ങനെയുള്ള പാപപ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരായിരുന്നു. വാസ്തവത്തിൽ അവർ ഇവിടെ കടന്നു വന്നത് ദൈവത്തിന് മുമ്പാകെ ഒരു സാക്ഷ്യമായി തീരത്തക്കോണം അത് ഭവിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ദൂതന്മാർ ഈ ഭവനത്തിലേക്ക് കടന്നു വന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം, അതേ ദൈവം നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് അവരുടെ കുറ്റത്തെ ദൈവത്തിന് മുമ്പാകെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നതായ ഒരു ഇൻസിഡൻ്റായിട്ട് ഇത് തീരുവാനിടയായി തീർന്നു. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഇന്ന് സുവിശേഷത്തെ പ്രതി ലോകത്ത് നടക്കുന്നതായ എത്രയോ ആക്രമണങ്ങളുണ്ട്. എത്രയോ സുവിശേഷകന്മാരെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നു. എത്രയോ വിശ്വസിക്കുന്ന ആളുകളെ വളരെ ക്രൂരമായി അവരോട് ഇടപെടുന്നു. എല്ലാ ലോക രാജ്യങ്ങളിലും ഇത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ യേശുവിൻ്റെ നാമം വഹിക്കുന്നവരായ ആളുകളെ അതേ ഓടിക്കുന്നതായ, അവരെ പീഡിപ്പിക്കുന്നതായ, അവരെ ഉപദ്രവിക്കുന്നതായ കാഴ്ച നമുക്ക് ലോകമെമ്പാടും കാണുവാൻ സാധിക്കും. ഇതെല്ലാം തന്നെ നീതിമാനായ ദൈവത്തിന് മുമ്പാകെ ഒരു തെളിവായി വന്നു നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ന്യായവിധിക്ക് വേണ്ടി ചരതിച്ചു വെക്കുന്നതായ ലോകത്തിൻ്റെ അകൃത്യങ്ങളാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഞെട്ടിപ്പോകരുത്. ഇതെല്ലാം വെച്ചാണ് ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ നീതിമാനായ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് കാരണമാകുന്ന പ്രവൃത്തികൾ, അതേ ദൂതന്മാർ നേരിട്ട് കാണുമ്പോൾ അത് ആ സോദോം ഗോമോറ പട്ടണത്തിൻ്റെ നാശത്തിന് കാരണമാകും എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ദൈവം ഈ സോദോം പട്ടണത്തെ നശിപ്പിക്കുകയില്ലായിരുന്നു. അബ്രഹാം ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണച്ചപ്പോൾ 10 നീതിമാന്മാർ ഏറ്റവും കുറഞ്ഞത് അതേ സോദോമിലുണ്ടെങ്കിൽ ആ പട്ടണത്തെ ഈ നീതിമാന്മാർ നിമിത്തം നശിപ്പിക്കില്ല എന്ന് ദൈവം പറഞ്ഞപ്പോൾ, ദൈവം ആഗ്രഹിച്ചതായ, അല്ലെങ്കിൽ അബ്രഹാം ആഗ്രഹിച്ചതായ തക്കതായിട്ടുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കാരണമായിട്ടുള്ള ഒരു കൂട്ടം ജനം അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് ഇപ്പോൾ സോദോം ഗോമോറ നശിക്കപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, ഈ ദൂതന്മാർ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ക്ഷിപ്രകോപത്തിന് അത് കാരണമായി തീരും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെപ്പോഴും ഈ ലോകത്തെ അതേ വീക്ഷിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതേ അബ്രഹാമിനെ പോലെ ജാഗ്രതയുള്ളവരായി തീർന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ആളുകൾക്ക് വേണ്ടി മധ്യസ്ഥാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടതുപോലെ അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ ദൈവം വിടുവിച്ചതുപോലെ നമ്മുടെ ദേശത്തെയും ദൈവം വിടുവിപ്പാനിടയായി തീരും. ഇന്ന് നമ്മൾ ചിന്തിച്ച ഭാഗത്തിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായി, ലോകത്തിൻ്റെ അകൃത്യം ദൈവത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ദൈവം അതുകൊണ്ട് ഈ ലോകത്തെ ന്യായവിധിക്കും. പക്ഷേ ഈ ലോകത്തിലേക്ക് ആ ന്യായവിധിയുടെ സന്ദേശമായി കടന്നു വരുന്ന അതേ ദൂതന്മാർ, അതേ സുവിശേഷകന്മാരായ ആളുകൾ പ്രസംഗിക്കുന്നത് ന്യായവിധിയെക്കുറിച്ചും അതേ രക്ഷയെക്കുറിച്ചുമാണ് പറയുന്നത്, പ്രസംഗിക്കുന്നത്. അതേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യങ്ങളിലും വഴി നടത്തും എന്ന് പറഞ്ഞിട്ട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞില്ലേ, അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനുഷ്യർക്ക് ബോധം വരുത്തും. അതേ സുവിശേഷകന്മാർ പ്രസംഗിക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രസംഗത്തെ അവഗണിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ നിത്യനാശത്തിൽ പെട്ടുപോകുമെന്നുള്ളതാണ് ഈ സന്ദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളരെ ജാഗ്രതയുള്ളവരായി നമ്മൾ ഇരിക്കണം. ഈ ലോകത്തിൻ്റെ പാപം ദൈവത്തിന് സന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. അതേ ദൈവത്തിൻ്റെ ന്യായവിധി അതേ താമസം വിന സംഭവിക്കും. പക്ഷേ രക്ഷയുടെ സുവിശേഷം കേട്ട് അതേ കർത്താവിലേക്ക് തിരിയുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം.
സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ ന്യായവിധിക്ക് മുമ്പായി ദൈവമേ, ഞങ്ങൾ കേൾക്കുന്നതായ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ അത് അവഗണിക്കുവാൻ ഇടയാകാതെ ആ വചനങ്ങൾക്ക് മുമ്പായി ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനും പ്രാർത്ഥിപ്പാനും, അതേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ആളുകൾ, ഞങ്ങളുടെ അയൽവക്കങ്ങൾ, ഞങ്ങളുടെ ദേശത്തുള്ള ആളുകൾ, അവരെല്ലാവരും തന്നെ ഈ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമുള്ളവരായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായി കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.